ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് മറ്റേ തവറുൾ റാണയുമായി ബന്ധപ്പെട്ടും ബോംബെ അറ്റാക്ക്, അതിൽ NIA അന്വേഷണം. അതിനകത്ത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, NIA ഫൗണ്ടിങ് ഡയറക്ടറായിരുന്നു രാധാ വിനോദ് രാജു, കൊച്ചിക്കാരൻ, JNK കേഡർ ഓഫീസർ. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്ന P. ചിദംബരമാണ്. അപ്പോൾ അയാളോട് വന്ന ശേഷം ഈ NIA അന്വേഷണം നടക്കുന്നു. അപ്പം അതിനകത്ത് രാധാ വിനോദ് രാജുവിൻ്റെ പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഈ കേരളത്തിൻ്റെ അന്ന് ADGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ, അതായത് മുംബൈ യൂണിറ്റ്, അത് IG ആണ് അതിൻ്റെ ഹെഡെന്ന് പറയുന്ന ആ പോസ്റ്റിലോട്ട് ബെഹ്റയെ കൊണ്ടുവരുവാണ്. അപ്പം ബെഹ്റയെ പറ്റി കേരളത്തിലെ DGP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി പല ആരോപണങ്ങളുണ്ട്. പല ആൾക്കാരും അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിച്ചു. ലോ ആൻഡ് ഓർഡർ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്ന ഓഫീസറല്ല. ഇതൊക്കെ ഉണ്ടൊരു ഭാഗത്തുണ്ട്. ഞാനും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കാരണം പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം. പക്ഷേ ഇദ്ദേഹം NIA ബോംബെ യൂണിറ്റിൻ്റെ ഹെഡായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിനായിരുന്നു ഈ ബോംബെ അറ്റാക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ പൂർണ്ണ ചുമതല. ഇതിനകത്ത് ബന്ധപ്പെട്ട് പല ആംഗിൾസും പല വെർട്ടിക്കൽസും പല കമ്പോണൻറ്റും പല സംഭവങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ബെഹ്റ ഭയങ്കര സക്സസ് ആയിരുന്നു. ഈ റാണയൊക്കെ ഇവിടെ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം, തുടക്കം കുറിച്ചതൊക്കെ ബെഹ്റയാണ്. അതായത് ഡേവിഡ് കോൾമാൻ്റെ യാത്രയും അതുമായി ബന്ധപ്പെട്ട പലതും അത് പൊക്കിക്കൊണ്ടുവരികയും അവിടെ അമേരിക്കയിൽ പോയിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുക. റാണയല്ല, ഡേവിഡ് കോൾമാനെ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ അകത്തൊക്കെ ഈ ബെഹ്റയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ബെഹ്റയ്ക്ക് ഈ കേസ് A to Z അറിയാം. ഇന്ന് വരെ ഞാൻ ബെഹ്റയുമായിട്ട് ഈ കേസുമായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല, ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസറായ രാധാ വിനോദ് രാജു, അദ്ദേഹമായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല ആവർത്തി സംസാരിച്ചിട്ടുണ്ട്. ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ഈ ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ഹെഡാണ്. അതിലത്ര അയാളെ സക്സസ് ആയെന്ന് എനിക്കറിയത്തൊന്നുമില്ല. ഈ കേരളത്തിൻ്റെ DGP ആയിട്ട് ലോ ആൻഡ് ഓർഡർ എത്ര സക്സസ് ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ NIA ഈ ബോംബെ യൂണിറ്റിൻ്റെ ഹെഡായിട്ടിരുന്ന അയാൾ വലിയ സക്സസ് ആണ് ഉണ്ടാക്കിയത്. ഇപ്പോഴിരിക്കുന്ന ഓഫീസേഴ്സ് ട്രംപ് വന്ന ശേഷം, മോദി വന്ന ശേഷം ഉണ്ടായ സംഭവത്തിലാണ് അയാളെ അവിടുന്ന് റാണെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നത്. പക്ഷേ ബെഹ്റ കാണിച്ച മിടുക്കെന്ന് പറയുന്നത്, മനസ്സിലാക്കണം, കോൺഗ്രസ് ഭരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ പല മന്ത്രിമാർക്കും പൊളിറ്റീഷ്യൻസിനും ഘടകകക്ഷികളിലെ പല ആൾക്കാർക്കും ഈ റാണയുമായിട്ടും ഈ മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള അടുപ്പങ്ങളുണ്ട്. അതിനെപ്പറ്റി വരാനുള്ള ദിവസങ്ങളിലൊക്കെ ഓരോ സംഭവങ്ങളും പുറത്തു വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് ബെഹ്റ കളിച്ചൊരു ഗെയിമുണ്ട്. അപ്പം അതിനകത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ചിദംബരമാണ് മന്ത്രി. അപ്പുറത്ത് ഈ പറയുന്ന പല സംഭവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെ ബാധിക്കും. പക്ഷേ ബെഹ്റയുടെ അന്വേഷണം നല്ലപോലെ പോയി, കാരണം നല്ല സപ്പോർട്ടായിരുന്നു രാധാ വിനോദ് രാജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഓഫ് കോഴ്സ് ഒരു നമുക്ക് വേണമെങ്കിൽ പറയാം, ആ സമയത്ത് ചിദംബരവും ഗവൺമെൻറ്റും കാരണം മുംബൈ അറ്റാക്ക് എന്ന് പറയുന്നൊരു വളരെ പ്രിവിലേജായിട്ട് തന്നെ എടുത്തത്. കാരണം അങ്ങനെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എവിടെയും കയറി അറ്റാക്ക് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ബെഹ്റ കാണിച്ചൊരു ഗെയിം ഞാൻ പറയാം. ബെഹ്റ പല അന്വേഷണങ്ങൾ പോകുന്നു, നടത്തുന്നു, പല അസംഷനെ വരുന്നു. അപ്പം അയാൾക്കറിയാം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി പലയിടത്തും പോയി തടയിടും. നോർമലാണല്ലോ, കാരണം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്നൊക്കെ പറയും. പക്ഷെ അയാളുടെ കൃത്യമായ ബാച്ച്മേറ്റിനെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് അയാൾ ഒപ്പോസിഷനായിരുന്ന BJPയെയും അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും, കാരണം ഇവരുടെ ബാച്ച്മേറ്റ് ഉണ്ടല്ലോ ഈ ഒന്നാമത് ബെഹ്റ എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിറ്റിക്ക് അതിന് ഇഷ്ടം പോലെ, ശ്രീവാസ്തവ ബെഹ്റ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാർ, അവരുടെ ഫാമിലി ആണെങ്കിലും കമ്മ്യൂണിറ്റി ഇഷ്ടം പോലെ IPS IAS ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കൊക്കെ ഒരു ശരിക്കും റാക്കറ്റ് ഉണ്ട് ഇതിൻ്റെ അത്. ബേസിക്കലി റാക്കറ്റ് മാത്രമല്ല, ഇവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് ഭയങ്കരമായിട്ട്.
ഇവർ പല കാര്യങ്ങളും ഈ പ്രതിപക്ഷത്തെ അറിയിക്കും പല രീതിയിൽ. അങ്ങനെ ബെഹ്റ പല കാര്യങ്ങളും നരേന്ദ്രമോദിയെ അറിയിച്ചു. അങ്ങനെയാണ് ബെഹ്റയ്ക്ക് BJPക്കകത്തൊരു ബ്ലൂ പറയത്തില്ലയോ, ബ്ലൂ മാൻ, അതായത് ബ്ലൂ ഐഡ് ബോയ് എന്ന് പറയത്തില്ലയോ, അങ്ങനൊരു സ്ഥാനം ഇയാൾക്ക് അതിൻ്റെ കിട്ടുന്നത്. കാരണം ഇതിനകത്തുള്ള ഡെവലപ്മെൻറ്റ്, നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനിലെ ഡെവലപ്മെൻറ്റ് മുഴുവനും ഇയാൾ അറിയിക്കേണ്ടവരെ അങ്ങ് അറിയിച്ചു. ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് ഗവൺമെൻറ് പാര വെച്ച് തളർത്തുകയാണെങ്കിൽ അറിയിക്കേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഫർദറായിട്ട് ഇത് മുന്നോട്ട് പോകും. ഇത് പല ബ്യൂറോക്രാറ്റ്സ്, IPSകാർ IASകാർ ചെയ്യുന്നൊരു ഗെയിമായത്. കാരണം അവരുടെ നിലനിൽപ്പുണ്ട്, ഒന്നാമത്തത്. രണ്ടാമത്തത്, അത് ഇവർക്കൊക്കെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ പല രീതിയിലുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും പണം ഇടപാടാണെങ്കിലും ഇൻ്റർനാഷണൽ ഇൻ്റർവെൻഷനൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇവരെ തളർത്തിക്കളയാറുണ്ട്. അതുകൊണ്ടൊരു സേഫ് സോൺ എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്ത് വളരെ കീ ആയിട്ടുള്ള ഒപ്പോസിഷനിലുള്ള ആൾക്കാരെയും CM-നെയും ഒക്കെ ഇവർ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യും ആ റൂട്ട് ഉപയോഗിച്ച്. അതിൽ ബെഹ്റ ഭയങ്കര മിടുക്കനായിരുന്നു. അതുകൊണ്ടാണ് മുംബൈ അറ്റാക്ക് ലൈവായിട്ട് നിന്നത്. അല്ലെങ്കിൽ അത് UPA രണ്ടാമത്തെ ഭരണത്തോടു കൂടി ഇതിന് വലിയ പ്രസക്തി, കാരണം ആൾക്കാരെയൊക്കെ തൂക്കിക്കൊന്നു, സംഭവം മാറി. പക്ഷേ ഇത് ലൈവായിട്ട് കൊണ്ടുപോയി. കാരണം ഈ പറയുന്ന മോദി, ഗുജറാത്ത് മുഖ്യമന്ത്രിയും സീനിയർ ഒഫീഷ്യൽസിനെയും BJPയുടെ മറ്റോ സീനിയറായിട്ടുള്ള ആൾക്കാരെയും പ്രത്യേകിച്ച് RSSൻ്റെ മേധാവികളെ ഇയാൾ അറിയിച്ചു. അപ്പം അതിൻ്റെ ആ ബന്ധമാണ് BJPയുമായിട്ട് ബെഹ്റയ്ക്കുള്ളത്. BJPയുടെ എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് നമ്മുടെ ഇവിടെ കേരളത്തിൻ്റെ സെൻകുമാറിനേക്കാളും BJPക്ക് താല്പര്യമുള്ള ആൾ ബെഹ്റ തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ക്രൂഷ്യൽ സമയത്ത് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യും. അതുപയോഗിച്ച് പലതും നടത്താൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ ശ്രമിച്ചത്. ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു ഗെയിമുണ്ടല്ലോ. അതായത് നമ്മൾ ഈ പറയുവാണെങ്കിൽ ബെഹ്റ ഈ വരാല് മീൻ പിടിച്ചാൽ കിട്ടത്തില്ല. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും. പക്ഷെ അയാളുടെ കാര്യം നേടും. റിട്ടയർമെൻറ്റിന് ശേഷം പോസ്റ്റിംഗ് കിട്ടി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് കേരളത്തിലെ DGPയുടെ പോസ്റ്റിംഗ് കഴിഞ്ഞ പുള്ളിക്ക് ഈ സെൻട്രൽ ഏതെങ്കിലും വളരെ സീനിയറായിട്ടുള്ള ഏതെങ്കിലും മറ്റുള്ള പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ഇയാൾ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ താപ്പാനയാണ്. പ്രത്യേകിച്ച് ടെറർ ഫണ്ടിങ്, ടെറർ നെറ്റ്വർക്ക്. ഈ ബെഹ്റയുടെ ആശയമാണ് ഇസ്ലാമിക് റാഡിക്കൽസിനെതിരെ ഇതേപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് പിന്നീട് കേന്ദ്ര സർക്കാർ അനുകൂലമായിട്ട് ഇന്ന് ഇന്ത്യയിൽ പലയിടത്തും ആൻറ്റി ഇസ്ലാമിക് ട്രെയിനിങ് ക്യാമ്പുകൾ പലയിടത്തും തുടങ്ങിയത്, ആൻറ്റി റാഡിക്കൽ. അത് കേരളത്തിലും കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ നടത്തിയ പുള്ളി തന്നെയാണ്. അപ്പം ആ കാര്യത്തിൽ ആൻറ്റി ഇസ്ലാമിക് റാഡിക്കൽസിനെതിരെ ബെഹ്റയ്ക്ക് ശക്തമായ നിലപാടുണ്ട്. നമ്മൾ മറ്റുള്ള എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ആ കാര്യത്തിൽ ആൾ ഭയങ്കര അഗ്രഗണ്യനാണ്. അതേപോലെ ടെറർ ഫണ്ടിങ്, ടെററിസത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് വലിയ സംഭവമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, കേരളത്തിൽ DGP ആയിരുന്ന സമയത്ത് ഈ ടെറർ ഫണ്ടിങ് ശരിക്കും ഉണ്ടായി. പക്ഷെ അയാളുടെ പൊളിറ്റിക്കൽ ബോസ് എന്ന് പറയുന്നത് പിണറായി വിജയന്. കാരണം പിണറായി വിജയനെ എതിർത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ഇയാൾ ഈ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നു, എനിക്ക് പലതും അറിയാം. ഞാൻ ഈ ഡൽഹി ഈ പവർ കോറിഡോറിനകത്ത് കിടന്ന് കറങ്ങുന്നതല്ലയോ. അതായത് പിണറായിയുടെ ഒരു സ്വഭാവം കാണിച്ചു, കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം അയാൾ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചു. അതിലാണ് നമ്മൾ ഈ ബെഹ്റയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ ബെഹ്റ കൊടുത്ത റിപ്പോർട്ടിനകത്ത് തന്നെ, അതായത് നമ്മുടെ ലോക്നാഥ് ബെഹ്റ കൊടുത്ത റിപ്പോർട്ടിനകത്ത് തന്നെ, അപ്പോൾ അയാൾ കൃത്യമായിട്ട് പറയുന്നത് ആരെയൊക്കെയാണ് ഈ റാണ കണ്ടത്, ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല. ഇപ്പം ഇന്നലത്തെ ഇന്ത്യ ടുഡേയിൽ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ആദ്യമായിട്ട് ബെഹ്റയാണ് പറയുന്നത് പുതിയ പേരുകൾ വരും, ഇന്ത്യയിൽ നിന്നും പുതിയ പേരുകൾ വരും. കാരണം ബെഹ്റയ്ക്ക് അറിയാവുന്ന A to Z ഈ കാര്യം. ഞാനീ പറയുന്ന മലയാളിയുടെ കാര്യമൊക്കെ അറിയും. ആരെയൊക്കെയാണ് മീറ്റ് ചെയ്യുന്നുള്ള സംഭവമൊക്കെ ബെഹ്റ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.
ഉറപ്പായിട്ടും ഓരോന്നായിട്ട് പുറത്ത് വരും. അതാ ഞാൻ ഇതിനെപ്പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ ബെഹ്റയെ പറ്റി മോശമായിട്ടല്ല പറയുന്നത്. കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുകയാണ്. ഇങ്ങനൊരു പോക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് അത് തടയും, ഏത് രീതിയിലും തടയും. പക്ഷെ ഇയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നു. ഇപ്പം സിനിമാ നടൻ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട കേസിലൊരു DYSP അന്വേഷിച്ചത്. പുള്ളി പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. എല്ലായിടത്തും ദിലീപിനെ പൂട്ടി. എന്നിട്ട് പുള്ളി എടുത്ത് ഡെപ്യൂട്ടേഷൻ അങ്ങ് പോയി. അതേപോലെ തന്നെ ഇവിടെ ബെഹ്റ എല്ലാ കാര്യം ചെയ്തു. എല്ലാ കാര്യം പ്രോപ്പറായിട്ട് ചെയ്തിട്ട് അയാൾ ടെനോർ കഴിയുമ്പോൾ തിരിച്ചേക്ക് പോകുന്നു. പക്ഷെ ഈ സംഭവങ്ങൾ ലൈവായിരുന്നു. കാരണം ഇത് ബെഹ്റ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോഴത്തെ ഓഫീസേഴ്സിന് ഇതുമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. A to Z ഉണ്ടാക്കിയെടുത്ത് ബെഹ്റയും അതിന് നേതൃത്വം കൊടുത്തത് രാധാ വിനോദ് രാജുവാണ്. ഇതാണ് അതിൻ്റെ ആ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തത്. ഉറപ്പായിട്ടും കേരളത്തിലെ പല നേതാക്കളും പോകും. ഇത് പൊങ്ങേണ്ട ആവശ്യമുണ്ട്. ഇതിനകത്ത് നമ്മൾ ബെഹ്റയെ പല രീതിയിൽ കുറ്റം പറയുവാണെങ്കിലും ഈ സംഭവത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ആണിക്കല്ലായ സംഭവങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന ബെഹ്റയാണ്. അപ്പം അതിന് ഇപ്പോഴത്തെ ഒരു മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ
ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.